നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ വെളുപ്പിന് 5:30 ആകുമ്പോഴത്തേക്കും ചാച്ചനെ എണീറ്റ് പോകും കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ വിളിക്കൂല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട, തിരിച്ചൊരു 9:30-10 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും വരാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെക്കാറുള്ളൂ. പക്ഷേ ഇന്ന് 7 മണി 7:30 ആകുമ്പോഴത്തേക്കും പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് 12 മണിക്കായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും സ്കിപ്പ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സമയം അനുസരിച്ച് എണീറ്റ് ദോശയും തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചാച്ചനെ വിട്ടതിന് ശേഷം ഞാൻ വീണ്ടും വന്ന് കിടന്നിട്ട് എണീക്കുന്ന രംഗമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഐശു ഈ പറഞ്ഞ പോലെ തന്നെ 7:30-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവളും പോവും. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് അവൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടാണ് പോവാറുള്ളത്. ഈ ദോശയാണല്ലോ ഇവിടെ മിക്കപ്പോഴും ഉള്ളത്. അപ്പോൾ കഴിക്കണ സമയത്ത് ദോശ ഉണ്ടാക്കിയാലേ കാര്യമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വടി പോലെ ഇങ്ങനെ ഇരിക്കും. അതെനിക്കിഷ്ടമല്ല. അപ്പോൾ ചൂടോടുകൂടി ചുട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സമയം എണീക്കണ സമയം അതിപ്പോൾ ആരായാലും എണീക്കണ സമയം അനുസരിച്ചിട്ട് അവനവൻ ചുട്ട് കഴിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഫ്രഷൊക്കെ ആയി. കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ വർക്കൗട്ടൊന്നും ചെയ്യാണ്ട് ശരീരം ഒന്നും അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നില്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ശരീരമൊക്കെ അങ്ങോട്ട് അനങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി ആ വേദന മാറില്ലെങ്കിൽ 2 ദിവസം കഴിയും എന്തായാലും. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനായിട്ട് ഇച്ചിരി പാടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കിടന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കിടക്കും, അതിലും ഭേദം എണീറ്റ് പോകണതാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എണീറ്റ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റയിൽ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ, ഇങ്ങനെ തക്കാളി ചട്നി ഉണ്ടാക്കുക, വേറെ കുറേ റെസിപ്പീസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല വെറൈറ്റി റെസിപ്പീസിൻ്റെ വീഡിയോ ലിങ്ക് അതേപോലെ അവരുടേതായിട്ടുള്ള റെസിപ്പീസൊക്കെ എനിക്ക് കുറേ പേര് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിലൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് ഇന്ന പോലെ ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് കുറേ സജഷൻസൊക്കെ എനിക്ക് വരാറുണ്ട്. അതൊക്കെ ഞാൻ പ്രയോഗിച്ച് ഒരു വിധത്തിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ സാധാരണ രാവിലെ എണീറ്റ് ചോറ് വെക്കുന്ന സമയത്ത് അരി നോക്കി കഴിഞ്ഞപ്പോൾ അരി കുറച്ചേ ഉള്ളൂ. ഞാൻ ഇന്നലെ ചാച്ചൻ്റെ അടുത്ത് സാധനങ്ങൾ വാങ്ങാൻ, കറിക്കുള്ള സാധനങ്ങളും ബാക്കി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അരി പറയാൻ മറന്നുപോയി. അപ്പോൾ അരി എന്ത് ചെയ്ത് ഇനി വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ മതിയല്ലോ. ഉച്ചക്കലത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബസ്മതി റൈസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. എല്ലാവരും സൺഡേ ഉള്ള സമയത്ത് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. ഇന്ന് അരി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് എന്തായാലും ബിരിയാണി ആക്കാം, അതും കുക്കർ ബിരിയാണി. കഴിഞ്ഞ ദിവസം മറ്റേ ഉപ്പുമാവിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റയിലാണോ യൂട്യൂബിലാണോ എന്ന് ഞാൻ ഓർക്കണില്ല, ഒരു കമൻറ്റ് കണ്ടായിരുന്നു, ഇനി കുക്കർ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് കുക്കർ ബിരിയാണി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതെപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. ഇത്ര വേഗം ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ യൂട്യൂബിൽ കുക്കർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പീസൊക്കെ തപ്പി പിടിച്ച് അവസാനം എനിക്ക് കിട്ടി. അത് നോക്കി ഇതേ ഓരോന്ന് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. സംഭവം കുക്കർ ബിരിയാണി ആയാലും ഏത് ബിരിയാണി ആയാലും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അതിൻ്റേതായ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അതുകൊണ്ട് ആ വീഡിയോയിൽ അളവ് എത്രത്തോളം പറഞ്ഞോ അതിനനുസരിച്ച് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആദ്യം തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം എളുപ്പമായല്ലോ. അതുകൊണ്ട് എല്ലാം അരിഞ്ഞു വെച്ചു. അതേപോലെ തന്നെ മുട്ട പുഴുങ്ങിയും വെച്ചു. മുട്ട പുഴുങ്ങി അതിൻ്റെ ചൂട് മാറി തൊണ്ടും കളഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഗ്യാസുമേക്കുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ. ഈ കുക്കർ ബിരിയാണിയുടെ റെസിപ്പീസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലെല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യിലുണ്ടാക്കിയാൽ മതി എന്നാണ് കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചത് ഞാനായിട്ടത് തിരുത്താൻ നിൽക്കണ്ട, നെയ്യിൽ തന്നെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് നെയ്യിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. അങ്ങനെ ചാച്ചൻ അപ്പോഴത്തേക്ക് എത്തി കേട്ടോ. കറക്റ്റ് 12 മണി ആകുമ്പോഴേക്ക് എത്തുമെന്ന് പറഞ്ഞ് 12 മണി ആയപ്പോഴേക്ക് എത്തി. എൻ്റെ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ഇതുവരേക്ക് റെഡി ആയിട്ടും ഇല്ല കേട്ടോ. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയതല്ലേ, അതുകൊണ്ട് ആൾക്ക് വിശക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണേ. ചോറാണെന്നുണ്ടെങ്കിൽ ഈ 12 മണി നേരത്തെ ചാച്ചൻ കഴിക്കൂല. അതുകൊണ്ടാണ് ഞാൻ വേഗം ഒന്നും ഉണ്ടാക്കാഞ്ഞത്. ഒരു 1:30-2 മണി 2:30 ആവാണ്ട് ചാച്ചൻ ലഞ്ച് കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറെ പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കണ പണിയും ഫ്ലോപ്പ് ആവും, ചെയ്യാൻ പോണ പണിയും ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് ഇതൊന്ന് സൈഡാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ ചാച്ചന് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പക്ഷെ അതിലൊരു ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പണി ചെയ്യുന്ന സമയത്ത് വേറൊരു പണി എന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതും ഒക്കെ ഫ്ലോപ്പായി പോകും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ചായയും ഇട്ട് കൊടുത്തു. മസാലക്കുത്തിൻ്റെ ആ ഒരു ടെൻഷൻ മാറി കഴിഞ്ഞ് ഇപ്പം എനിക്ക് ഉപ്പിൻ്റെ ഒരു ടെൻഷനാണ് കേട്ടോ വന്നു തുടങ്ങിയത്. കാരണം ഞാൻ കണ്ട റെസിപ്പിയിൽ ആവശ്യത്തിന് ഉപ്പ് ഇടുക എന്നതാണ് ആള് പറയുന്നത്. അപ്പോൾ ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുമ്പോൾ
വരുമ്പോൾ ഇനി കൂടുവോ കുറയോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി എൻ്റെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ ഇനി വെള്ളം കൂടിയോ കുറഞ്ഞോ അടുക്കി പിടിക്കുമോ വെന്ത് പായസം പോലെ ആവോ എന്നൊക്കെയായിരുന്നു. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ. കറക്റ്റ് വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇനി ടേസ്റ്റും കൂടി നോക്കാനായിട്ടുള്ള ഒരു ടെൻഷൻ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ടെൻഷനാണ് ഇപ്പോൾ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ കേട്ടോ. എന്നാലും രസമുണ്ട് കേട്ടോ. കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ പെർഫെക്ഷൻ ഒന്നും അല്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ കഴിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഉപ്പ് കൂടെ പോലെയോ അതോ നാരങ്ങയുടെ നീരൊഴിച്ചിട്ടാണല്ലോ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുളിരസം അങ്ങനെ എന്തോ ഒരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റർ ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ ആളെ കൊണ്ട് എന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ദേ ചാച്ചിന് കൊടുക്കാൻ പോവാണ് കേട്ടോ. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട. വറുത്തതുണ്ട് കറി വെച്ചതുണ്ട് അല്ലാണ്ട് എന്തായിരിക്കും മീനല്ലേ കഴിച്ചു വെക്ക്. ബിരിയാണിയാ നീ കഴിച്ചു വെക്ക്. ബിരിയാണി ഒന്നും ഇപ്പൊ പറയാനായിട്ടില്ല. കഴിക്കും പറയാത് ബിരിയാണിയാണോ. ഒന്ന് പെട്ടെന്ന് കഴിക്കും മനുഷ്യ. മറ്റേ കുക്കർ ബിരിയാണി ആയിരിക്കുമല്ലേ? തട്ടിക്കൂട്ടി പരിപാടി തീർന്നു. അല്ല ഞാൻ മറ്റേ അടുപ്പത്ത് വെക്കാം. ഈ മാസത്തെ ഗ്യാസ് അങ്ങനെ കഴിയട്ടെ വേഗം. ശരിക്കും കഴിച്ചോ? ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചു. ഉപ്മാവ് പറയെങ്കിലും ബിരിയാണികളും തന്നു. ഞാനെടുക്കട്ടെ കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല ഇത് സെറ്റാ. കുറച്ചും കൂടെ ഉണ്ട് പരിപ്പ് കുറച്ച് മുന്തിരി കിടാവില്ലേ? ഇപ്പൊ കാഷ്നട്ടില്ല. ഞാൻ ബദാം ഇട്ടത്. കാഷ്നട്ട് ഉണ്ടായിരുന്നില്ല, ബദാം ഇട്ട. ഉണ്ടാക്കുന്ന മേടിച്ചതല്ലേ? എനിക്ക് ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോ അരി കുറവാ. അപ്പൊ ഞാൻ ഇത് ബിരിയാണിയിൽ ഉണ്ടായിരുന്നു. നന്ദി നീ മസാല തന്നെ ഉണ്ടല്ലോ. കടകപ്പട്ടയും കറിയാതൂരാണ് നന്നായി എനിക്ക് ഇഷ്ടമുള്ളത്. ഇതിനാണ് മുട്ട വെച്ചപ്പോ എനിക്ക് വിഷമായി പോയി. അവിടെ ഇരുന്നിട്ട് നിനക്ക് തരാറുണ്ടേ. നീ ചോദിച്ചതാണല്ലോ. ഇന്നലെ ദിവസം ബിരിയാണിക്ക് ആഗ്രഹമായിരുന്നു. ഞാൻ രാത്രി നേരത്തെ ഇന്നലെ കമന്റിലുണ്ടായിരുന്നു ആരാണ് മറ്റേ. പക്ഷെ നീ ഇത്ര നല്ല ബിരിയാണി ഞാൻ കഴിച്ചില്ല. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ബിരിയാണി മൊത്തം കാര്യമായിട്ട് വയസ്സ് നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ലത് നമ്മള് നല്ലതെന്ന് പറയും. അടിപൊളി ബിരിയാണി. ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക. ഉപ്മാവ് നീ തുറണ്ട. ഉപ്മാവ് റെഡിമേഡ് മേടിച്ചോളാം. ദോശ, ബിരിയാണി, ചോറ് ഇങ്ങനത്തെ ഉള്ളത് മതി. ഉപ്മാവ് ഈ ട്രൈ പോലെ ആക്കല്ലേ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയാലോ? ഉപ്മാവ് ഇവിടെ പറ്റില്ല. അതിന്റെ അളവും വെള്ളവും നിനക്ക് അറിയില്ല. നീ ആ പഴയ ദോശ ഇട്ടാൽ മതി. ഓക്കെ ബൈ.